പ്രിയമുള്ളവരെ, ഏവർക്കും LBSൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഇഷ്ടപ്പെട്ട കോളേജിലും കോഴ്സിലും അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. LBS ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചത് മുതൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കൃത്യമായ ഷെഡ്യൂളിൽ തന്നെയാണ് ഓരോ ഘട്ടങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് 16-ന് വരുമെന്ന് പറഞ്ഞത് അന്ന് ഉച്ചയോടുകൂടി തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. അതുപോലെ ഷെഡ്യൂൾ പ്രകാരം ഇന്ന് 19/8/2024 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരേണ്ടത്. ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് വൈകിട്ടോടുകൂടി പ്രസിദ്ധീകരിക്കുമെന്ന് ഇപ്പോൾ വെബ്സൈറ്റിൽ നോട്ടിഫൈ ചെയ്ത് കാണിക്കുന്നുമുണ്ട്. കൂടാതെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും 22/8/2024 മുമ്പായി ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തൽ നിർബന്ധമാണ് എന്നുള്ള കാര്യവും വെബ്സൈറ്റിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അലോട്ട്മെൻറ്റ് വന്നാൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി വിശദീകരിക്കപ്പെടുന്ന ലൈവ് ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇനി ഫീ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ഗവൺമെൻറ് കോളേജിൽ ലഭിച്ചാലും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിച്ചാലും ഒരു നിശ്ചിത ഫീസ് പറയുന്ന ഡേറ്റിനകം പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒന്നാമതായി ഓൺലൈനായിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. രണ്ടാമതായി വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ചലാൻ മുഖേന നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയി ആ ഒരു ബാങ്ക് മുഖേന പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അങ്ങനെ പേയ്മെൻറ്റ് നടത്തിയാൽ അത് എഫക്റ്റിൽ വരാൻ 24 മണിക്കൂർ സമയമെടുക്കും. അതേസമയം നിങ്ങൾ ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത് എങ്കിൽ അത് ഉടൻ തന്നെ പേയ്മെൻറ്റ് നടത്തിയ ഉടൻ തന്നെ അത് എഫക്റ്റ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. മറ്റ് വിദ്യാർത്ഥികൾ പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. അലോട്ട്മെൻറ്റ് ലഭിച്ചു, പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല പിന്നീടുള്ള സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. പക്ഷേ അതിനുശേഷം വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ നൽകി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സൗകര്യം സാധാരണ LBS നൽകാറുണ്ട്. ഗവൺമെൻറ് കോളേജിലേക്കാണ് നിങ്ങൾക്ക് ലഭിച്ചത് എങ്കിൽ ഒരു കോഴ്സിൻ്റെ ഒരു വർഷത്തേക്കുള്ള പൂർണ്ണമായിട്ടുള്ള ഫീസാണ് പേയ്മെൻ്റായിട്ട് ആ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ നിങ്ങൾ നടത്തേണ്ടത്. വ്യത്യസ്ത കോഴ്സുകൾക്ക് 21,000 രൂപ മുതൽ 23,000 രൂപ വരെ ഒരു വർഷത്തേക്ക് ഫീസ് വരുന്നുണ്ട്. ഇനി സെൽഫ് ഫിനാൻസ് കോളേജിലേക്കാണ് നിങ്ങൾക്ക് ലഭിച്ചത് എങ്കിൽ ഒരു വർഷത്തേക്ക് ഏകദേശം ഒരു 80,000 രൂപ മുതൽ 96,000 രൂപ വരെ വ്യത്യസ്ത കോഴ്സുകൾക്ക് ഒരു വർഷത്തേക്ക് ആദ്യ വർഷത്തേക്ക് ഫീസ് വരുന്നുണ്ട്. അതിൽ 25,000 രൂപയാണ് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റായി അലോട്ട്മെൻറ്റ് സമയത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ 22/8/2024 മുമ്പായി പേയ്മെൻറ്റ് നടത്തേണ്ടത്. ബാക്കിയുള്ള തുക അഡ്മിഷൻ സമയത്താണ് നിങ്ങൾ കോളേജിൽ നൽകേണ്ടി വരിക. അഡ്മിഷൻ ഈ ഒരു ഘട്ടത്തിലല്ല. നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട ഘട്ടം ഈ ഒരു സമയത്തല്ല, അത് തേർഡ് അലോട്ട്മെൻറ്റ് സമയത്താണ്. ഇനി മറ്റൊരു കാര്യം, ഫീസ് ഇളവ് ലഭിക്കുന്ന വിഭാഗമാണ് SC, ST, OEC, ഹിന്ദു OBCയിൽ വരുന്ന 30ഓളം കാസ്റ്റ് വിഭാഗങ്ങളുണ്ട്. അവർക്ക് നിലവിൽ ഹയർ സെക്കൻഡറിയിലും കോളേജിലുമൊക്കെ OECക്ക് തുല്യമായിട്ടുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്ന 30ഓളം കാസ്റ്റ് വിഭാഗങ്ങളാണ്. അതിൽ ഹിന്ദു, തീയ, അതുപോലെ OBC, മുസ്ലിം വിഭാഗങ്ങളൊന്നും ഉൾപ്പെടുന്നതല്ല. ആ വിഭാഗത്തിൽ വരുന്ന 30ഓളം കാസ്റ്റ് വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ ഫിഷർമെൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ ഇവർക്ക് എല്ലാവർക്കും 1000 രൂപ മാത്രമാണ് ഗവൺമെൻറ് കോളേജിൽ ലഭിച്ചാലും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിച്ചാലും ഒരു വർഷത്തേക്ക് ഫീസ് വരുന്നത്. ആ ഒരു തുക ഓൺലൈനിൽ അല്ലെങ്കിൽ ചലാൻ മുഖേന അവർ പേയ്മെൻറ്റ് നടത്തൽ നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചാൽ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്താൽ OBC, മുസ്ലിം, ഹിന്ദു, തീയ വിഭാഗങ്ങൾക്കൊക്കെ അത്തരത്തിലുള്ള OBC വിഭാഗങ്ങൾക്കും അതുപോലെ മറ്റ് വിഭാഗങ്ങൾക്കുമൊക്കെ ഫീസിൽ ഇളവ് ലഭിക്കുമോ എന്നുള്ള കാര്യം. എന്നാൽ അങ്ങനെയൊരു ഫീസ് ഇളവ് ഗ്രാൻഡ് സ്കോളർഷിപ്പ് വഴി നിലവിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നൽകി വരുന്നില്ല. എന്നാൽ ഗവൺമെൻറ് കോളേജിലാണ് ലഭിക്കുന്നത് എങ്കിൽ എല്ലാ വിഭാഗക്കാർക്കും നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം 1,00,000-ൽ താഴെയാണ് എങ്കിൽ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത് നിങ്ങൾ നൽകിയ ഫീസ് തിരികെ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയ ശേഷം നിങ്ങൾ മറ്റേതെങ്കിലും കോഴ്സുകളിലേക്ക് LBS വഴിയല്ലാതെ ജോയിൻ ചെയ്യാൻ പോവുകയാണ് എങ്കിൽ ഈ ഒരു നൽകിയ ഫീസ് അവർക്ക് തിരികെ ലഭിക്കുമോ എന്നുള്ള കാര്യം. തീർച്ചയായും അങ്ങനെ ആ ഒരു തുക തിരികെ ലഭിക്കുന്നതാണ്. LBSൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കോഴ്സ് ഒഴിവാക്കി പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവർ നൽകിയിട്ടുള്ള തുക തിരികെ ലഭിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി LBSൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ നൽകാനുള്ള ഒരു ലിങ്ക് ലഭ്യമാക്കപ്പെടുന്നതായിരിക്കും. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ കൃത്യമായി നൽകുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള തുക തിരികെ വരുന്നതായിരിക്കും. പക്ഷേ അതിനൊക്കെ കുറച്ചധികം സമയമെടുക്കും. ഒരു 3-4 മാസങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങൾ നൽകിയിട്ടുള്ള തുക
പൊതുവെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നത്. ഇനി അടുത്തത് NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഈ ഒരു 3 അലോട്ട്മെൻറ്റ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞാൽ പിന്നെയുള്ള സീറ്റ് വേക്കൻസി ഫിൽ ചെയ്യപ്പെടാൻ വേണ്ടി സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്തപ്പെടുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം 10ഓളം അങ്ങനെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. അത്തരം സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ അവർ അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്ന് ലഭിക്കുന്ന NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വെബ്സൈറ്റിൽ ഓപ്ഷൻ നൽകുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് നൽകൽ നിർബന്ധമുള്ള കാര്യമാണ്. NOC കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവിടെ നൽകിയിട്ടുള്ള ഫീസ് തിരികെ തരും, അതുപോലെ തന്നെ നിങ്ങൾ അവിടെ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം തിരികെ തരും എന്നതിന് കോളേജ് നൽകുന്ന ഒരു സമ്മതപത്രമാണ്. എന്നാൽ ചില കോളേജുകൾ ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് NOC നൽകാറില്ല. NOC നൽകണം എന്നുള്ളത് കോളേജുകാർക്ക് നിർബന്ധമുള്ള കാര്യമല്ല. അതവർക്ക് താല്പര്യമുണ്ട് എങ്കിൽ മാത്രം നൽകിയാൽ മതി എന്നതാണ് നിയമം. അങ്ങനെ വരുമ്പോൾ NOC ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടി അഡ്മിഷൻ സമയത്ത് കോളേജിൽ ചോദിച്ച് ഉറപ്പുവരുത്തുക. അവർ NOC തരില്ല എന്നാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത കോളേജ് ആണ് എങ്കിൽ അഡ്മിഷൻ എടുക്കാതിരിക്കുന്നതായിരിക്കും ഉചിതം. അങ്ങനെ അഡ്മിഷൻ എടുക്കാതെയും നിങ്ങൾക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചത് എങ്കിൽ പിന്നീടുള്ള സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി NOC അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റ് കോളേജുകളിലൊക്കെ മറ്റേതെങ്കിലും ഡിഗ്രി കോഴ്സുകളിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും NOC അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എവർക്കും നന്ദി, നമസ്കാരം.